ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 9. യേശുവിനെ കാണുക. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 9 4 മാസം പ്രായമുള്ള ലിയോ തന്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. കാഴ്ച മങ്ങുന്ന ഒരു അപൂർവ അവസ്ഥയുമായാണ് അവൻ ജനിച്ചത്. കനത്ത മൂടൽ മഞ്ഞിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു അവന്റെ അവസ്ഥ. അതിനാൽ നേത്രരോഗ വിദഗ്ധർ അവനായി ഒരു പ്രത്യേക കണ്ണട ഉണ്ടാക്കി നൽകി. അമ്മ ആദ്യമായി പുതിയ കണ്ണട അവന്റെ കണ്ണുകളിൽ വെക്കുന്നതിന്റെ വീഡിയോ ലിയോയുടെ പിതാവ് പോസ്റ്റ് ചെയ്തു. ലിയോയുടെ കണ്ണുകൾ പതുക്കെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. തന്റെ അമ്മയെ ആദ്യമായി കാണുമ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അത് അമൂല്യമായിരുന്നു. ആ നിമിഷം ചെറിയ ലിയോയ്ക്ക് അവന്റെ അമ്മയെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. യേശു തന്റെ ശിഷ്യന്മാരുമായി നടത്തിയ സംഭാഷണം യോഹന്നാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ടും യേശുവിന്റെ ശിഷ്യന്മാർക്ക് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യേശു മറുപടി പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നേരത്തെ യേശു പറഞ്ഞിരുന്നു. യേശുവിൻ്റെ 7 ഞാൻ ആകുന്നു പ്രസ്താവനകളിൽ 6ാമത്തേതാണ് ഇത്. ഈ ലെൻസുകളിലൂടെ യേശുവിനെ നോക്കാനും യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന്, അതായത് ദൈവം തന്നെ എന്ന് കാണാനും അവൻ നമ്മോട് പറയുന്നു. നാം ഈ ശിഷ്യന്മാരെ പോലെയാണ്. പ്രയാസകരമായ സമയങ്ങളിൽ നാം ബുദ്ധിമുട്ടുകയും നമ്മുടെ കാഴ്ച മങ്ങുകയും ചെയ്യുന്നു. ദൈവം ചെയ്തതും ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. കൊച്ചു ലിയോ പ്രത്യേക കണ്ണട ധരിച്ചപ്പോൾ മാതാപിതാക്കളെ വ്യക്തമായി കണ്ടു. യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് വ്യക്തമായി കാണുന്നതിന് ഒരു പക്ഷേ നാം നമ്മുടെ ദൈവത്തിന്റെ കണ്ണട ധരിക്കേണ്ടതുണ്ട്. ചിന്തിക്കുക, യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ദർശനം മേഘാവൃതമായിരിക്കാനിടയുള്ള ചില വഴികളേവ. വ്യക്തമായ ദർശനത്തോടെ നിങ്ങൾക്ക് എങ്ങനെ അവനെ വീണ്ടും നോക്കാനാകും? ദൈവത്തിന് മഹത്വം.